തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള നടപടികൾ സംസ്ഥാനത്തെമ്പാടും ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട്ടും ആ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കൂടുതലായിട്ടുള്ള അതായത് ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളുണ്ട്. ആശങ്കകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെ വീട്ടിലെത്തിക്കൊണ്ട് ഇത്തരത്തിലേക്ക് ജില്ലാ ഭരണകൂടം ഈ നടപടികളൊക്കെ പൂർത്തീകരിക്കുന്നത്. ഇപ്പോൾ ഞാനുള്ളത് കോഴിക്കോട് പാലാഴി ഹൈസ്കൂൾ ജംഗ്ഷനിലെ പ്രമുഖ നടനായിട്ടുള്ള നമ്മുടെ നിർമ്മൽ പാലാഴിക്കൊപ്പമാണ്. ഇവിടെയാണ് ഇപ്പോൾ കളക്ടറേറ്റിൽ നിന്ന് ഡെപ്യൂട്ടി കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഇപ്പോൾ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ തീവ്ര വോട്ടർ പട്ടികയുടെ പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇവരിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ വോട്ട് എപ്പോഴും ഒരു അവകാശമാണല്ലോ. അതെ അതെ, നമ്മുടെ എല്ലാ പൗരന്മാരുടെ ഒരു അവകാശമാണ്. അപ്പോൾ എന്തായാലും വോട്ട് മിസ് ചെയ്യരുത്. അത് കുറച്ചുകൂടെ ലളിതവും എളുപ്പമാകാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളായിട്ടാണ് മാഡങ്ങൾ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഓഫീസേഴ്സായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ട് അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് ലാളിത്യമായിട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കൃത്യമായി ചോദിച്ചോ ഇതെന്താണെന്ന്? ഞാൻ മാഡത്തിനോട് കുറച്ച് സംസാരിച്ചു, എനിക്ക് അറിയില്ലായിരുന്നു. മാഡത്തിന് കുറച്ച് സംസാരിച്ചു. രേഖകളെല്ലാം ഞാൻ ആവശ്യപ്പെട്ട രേഖകളൊക്കെ മാഡത്തിന് കൊടുത്തിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ കോഴിക്കോട് ഇത് സജീവമായി തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ തന്നെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, ഒപ്പം തന്നെ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, കലാരംഗത്തെ പ്രമുഖർ ഉള്ള എല്ലാവരുടെയും വീട്ടിൽ ഇപ്പോൾ കളക്ടർ നേതൃത്വത്തിലുള്ള സംഘം കയറി ഇറങ്ങിയാണ്. ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ തന്നെയാണ് നിർമ്മൽ പാലയുടെ വീട്ടിലെത്തിയിട്ടുള്ളത്. മാഡം, ഇതുമായി ബന്ധപ്പെട്ട് മാഡം തന്നെ സൂചിപ്പിച്ചു ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. അതൊക്കെ പരിഹരിക്കാൻ കഴിയുമോ? ഒരാശങ്ക ഇതിൽ വേണ്ട ആവശ്യമില്ല. കാരണം വളരെ നല്ല രീതിയിലാണ് BLOമാർക്ക് ഒരു ട്രെയിനിങ് കൊടുത്ത് അവർ വീടാന്നേരം കയറി ഇറങ്ങി 2 എന്യൂമറേഷൻ ഫോറാണ് ഓരോ വീടുകളിലേക്കും നമ്മൾ എന്യൂമറേഷൻ ഫോറും അത് പൂരിപ്പിച്ച് ഒന്ന് അവർ എക്നോളജ്മെൻ്റായിട്ട് തിരിച്ചു കൊടുക്കും. അത് ഇത് കഴിഞ്ഞതിന് ശേഷം EROൻ്റെ അടുത്ത് ഓരോ ഫോമും എത്തും. അപ്പം ഈ ഒന്നാമത് SIRൻ്റെ കാര്യം തന്നെ അർഹതപ്പെട്ട ഒരാളും തന്നെ ഇതിൽ നിന്നും വിട്ടുപോകാൻ പാടില്ല. അപ്പം വളരെ കൃത്യതയാർന്ന ഒരു പട്ടിക നമുക്ക് ഫെബ്രുവരി 7-ന് നമുക്ക് പുതിയ എന്താ പറയേണ്ട ഒരു തെറ്റ് ഇല്ലാത്ത ഒരു പട്ടിക കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നല്ല രീതിയിൽ തന്നെ നടക്കും. കാരണം ജനങ്ങൾക്ക് ഒരാശങ്കയും വേണ്ട ആവശ്യമില്ല. സുതാര്യമായ വോട്ടർ പട്ടിക പുറത്തിറക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നേരിട്ട് അത് ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തെമ്പാടുമുള്ള പരിശോധനകൾ ഇപ്പോൾ കോഴിക്കോട്ടും തുടരുകയാണ്. പ്രമുഖരുടെ വീടുകളിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂട നേതൃത്വത്തിൽ ഇത്തരത്തിൽ പരിശോധന തുടരുകയാണ്.